عليكم السلام ورحمة الله. عليكم السلام. كيف حالكم؟ زين الحمد لله تمام. ما شاء الله. أرجو أن الجميع بخير وعافية. നമ്മൾ വെബിനാർ സ്റ്റാർട്ട് ചെയ്യാണ്. ലേൺ വിത്ത് റസീൻ ഓഡിബിൾ ആണല്ലോ അല്ലേ എല്ലാവർക്കും? മൈക്ക് മ്യൂട്ട് ചെയ്തോളി. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. കേൾക്കണില്ല അങ്ങനെ എന്തെങ്കിലും കുഴപ്പം വരികയാണെങ്കിൽ ഒന്ന് അറിയിച്ചാൽ മതി. ഓൾ ഓഫ് യു പ്ലീസ് മ്യൂട്ട് യുവർ ഡിവൈസസ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോളി എല്ലാവരും. കുറെ ആളുകൾ ഉണ്ടാവുമ്പോൾ അത് ശബ്ദകോലാഹലാവും. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ലേൺ വിത്ത് റസീൻ അക്കാഡമി നടത്തുന്ന വെബിനാറിലാണ് നമ്മളിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ്ലേഷൻ മേഖലയിലും അറബിക്, ഇംഗ്ലീഷ്, സർവീസ് മേഖലയിലും 4-5 വർഷമായിട്ട് ലേൺ വിത്ത് റസീൻ സജീവമായിട്ടുണ്ട്. അപ്പൊ ഈ വെബിനാറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, വെബിനാറിന് ഒരു ടോപ്പിക് കൊടുത്തിരുന്നോ? ശ്രദ്ധിച്ചിരുന്നോ? ടോപ്പിക് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? വെബിനാറിന്റെ ടോപ്പിക് ഓർമ്മയുള്ളവര്? അധിക പേരും ട്രാൻസ്ലേഷൻ കരിയറിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇതിന്റെ സ്കോപ്പും ഒക്കെ അറിയാൻ വന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കാണ്. അതോടൊപ്പം നമ്മൾ ഇന്നത്തെ വെബിനാറിൽ ഫോക്കസ് ചെയ്യുന്നത് ലീഗൽ ട്രാൻസ്ലേഷൻ വേഴ്സസ് നോർമൽ ട്രാൻസ്ലേഷൻ, ലീഗൽ ലാംഗ്വേജ് വേഴ്സസ് നോർമൽ ലാംഗ്വേജ് എന്ന ടോപ്പിക്കാണ്. നമ്മൾ ലീഗൽ ട്രാൻസ്ലേഷനിൽ ട്രെയിനിങ് ഇങ്ങനെയൊക്കെയാണ് കേൾക്കാറുള്ളത്. അപ്പോൾ എന്താണ് ലീഗൽ ലാംഗ്വേജ്, എന്താണ് നോർമൽ ലാംഗ്വേജ്, ഈ ഒരു സംഭവം ഇൻഷാല്ലാ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ, ഈ കരിയറുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ ഒരു Q&A സെഷൻ ലാസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളൊരു ക്വിസ് വെച്ച് ഇന്നത്തെ വെബിനാർ സ്റ്റാർട്ട് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് എൻഗേജിങ് ആക്കാൻ വേണ്ടി, എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഒരു ക്വിസിസ് ആക്ടിവിറ്റി. ഓക്കെ, അപ്പം നമ്മളെ ഗ്രൂപ്പിൽ അതിൻ്റെ ലിങ്ക് ഇപ്പോൾ ഷെയർ ചെയ്യും. ആ ലിങ്ക് വഴി എല്ലാവരും ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത ആളുകളെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ലേൺ വിത്ത് റസീൻ്റെ നിങ്ങൾ നമ്മളെ മീറ്റിലും കൂടി വിട്ടാൽ നന്നാവും. ഇനി മീറ്റിലില്ലാത്ത ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ചാറ്റിലൊന്ന് വിട്ടു കൊടുത്താലേ. ഒന്ന് പെട്ടെന്ന് ജോയിൻ ചെയ്യോ? ജോയിൻ ചെയ്യുന്ന ആളുകൾ അവിടെ കാണാൻ പറ്റും. ചാറ്റിലും ലിങ്ക് വിട്ടിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ഗ്രൂപ്പിലും വിട്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ട് മറ്റേ ലിങ്കിലാണോ ജോയിൻ ചെയ്യേണ്ടത്? വേണ്ട, ലെഫ്റ്റ് ചെയ്യണ്ട, ലീവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ലൈവായിട്ട് ചെയ്യാനാണ് ക്വിസ്. അത് വെച്ച് ഡിസ്കസ് ചെയ്ത് ലീഗൽ ലാംഗ്വേജ് പരിചയപ്പെടുത്തുക എന്നതും കൂടിയാണ് എൻ്റെ ലക്ഷ്യം. കുറച്ച് ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളവരും കൂടെ ഒന്ന് ജോയിൻ ചെയ്യും. ഓക്കെ, ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തു. കുറച്ചേരം കൂടെ വെയിറ്റ് ചെയ്യാണ്. 60-ലേറെ ആളുകൾ ഇപ്പോൾ നമ്മുടെ മീറ്റിലുണ്ട്, ഗ്രൂപ്പിലും ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഓൾ ഓഫ് യു പ്ലീസ് ജോയിൻ ദ ക്വിസ്. We are getting to the
difference between legal language and normal language. So speed up. ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു മുഹ്സിൻ. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ പേരൊക്കെ അടിച്ചു കൊടുത്തിട്ട് ജോയിൻ ചെയ്യാൻ പറ്റേണ്ടതാണ്. ഇനി അല്ലെങ്കിൽ വേഗ്രൗണ്ട് എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എൻ്റർ കോഡ് എന്ന് അടിക്കാം. വേഗ്രൗണ്ട് എൻ്റർ കോഡ് ജോയിൻ കിസ് എന്നൊക്കെ അടിച്ചാൽ നിങ്ങൾ ആ സൈറ്റിലെത്തും. എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന 62 46 53 എന്നുള്ള കോഡ് അടിച്ചു കൊടുത്താലും നിങ്ങൾക്ക് കിസിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി ഇൻ കേസ് ആർക്കെങ്കിലും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, കിസിൽ വരുന്ന കാര്യങ്ങൾ നമ്മളോട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, മുഹ്സിൻ്റെ റെഡി ആയിട്ടുണ്ട് അല്ലേ? ഫൈൻ. ഇൻഷാല്ല 1 hour ആണ് മാക്സിമം നമ്മുടെ വെബിനാറിന്റെ ടൈം. അതിൽ തന്നെ കൺക്ലൂഡ് ചെയ്യണം. അജ്മൽ മനസ്സിലായില്ല എന്ന് പറയുന്നു. നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയിട്ടുണ്ടോ അജ്മൽ? ലിങ്ക് നമ്മളിവിടെ ചാറ്റിൽ അയച്ചിട്ടുണ്ട്, ഗ്രൂപ്പിലും ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ പേരടിച്ചു കൊടുക്കുക, ജോയിൻ ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ, ക്വിസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ പറയുമ്പോഴേ സ്റ്റാർട്ട് ആവുള്ളൂ. ചെറിയൊരു മത്സരം പോലെ നമ്മളും ചെയ്തു നോക്കുകയാണ്. അറിയാത്ത ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് അതിൽ ഉണ്ടാവാം, അറിയുന്നതും ഉണ്ടാവാം. സോ ജസ്റ്റ് ലൈക്ക് എ ഫൺ നമ്മളൊരു ക്വിസ് ചെയ്യുന്നു, ദാറ്റ്സ് ഓൾ. നമ്മുടെ പർപ്പസ് ലീഗൽ ലാംഗ്വേജ് എന്താണ് എന്ന് മനസ്സിലാക്കലാണ്. അതുവഴി ലീഗൽ ട്രാൻസ്ലേഷനിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസും മനസ്സിലാക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വിസ് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. സ്റ്റിൽ ഓക്കെ, ക്വിസ് സ്റ്റാർട്ടായി. അതിലോരോ ക്വസ്റ്റ്യൻസ് വരും. നിങ്ങൾക്ക് അറിയുന്നത് പോലെ നോക്കുക, ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ടൈം ഉണ്ട്, ആ ടൈമിനുള്ളിൽ ചെയ്യണം. ഓക്കെ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഇനി ആർക്കെങ്കിലും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നോ പ്രോബ്ലം, അവർ സ്ക്രീനിൽ നോക്കുക. ക്വിസ് അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിലും സ്ക്രീനിൽ നോക്കി ഇതിന്റെ കൂടെ വരിക. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഏതാണ് സ്യൂട്ട് ആവുന്ന അറബിക് വേർഡ്. ഓക്കെ, ടൈം കഴിഞ്ഞു. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്നതിന് പറ്റുന്ന സാധനം, അതിന്റെ ട്രാൻസ്ലേഷൻ അഖ്ദു തഅസീസ് എന്നാണ്. 12 പേരാണ് അത് ആൻസർ ചെയ്തത്. എന്താണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ കമ്പനിയൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡോക്യുമെന്റുകൾ സബ്മിറ്റ് ചെയ്യണം. അതൊരു ലീഗൽ പർപ്പസ് ആണ്. ഓക്കെ, അപ്പൊ ലീഗൽ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ലീഗൽ ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞാൽ, നമ്മളൊരു രാജ്യത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യുമ്പോൾ അവിടുത്തെ നിയമവശങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോ നമ്മളെ ഈ ഫീൽഡിൽ വരുന്ന ഡോക്യുമെന്റുകൾ മുഴുവനും ലീഗൽ ഡോക്യുമെന്റുകളായിരിക്കും. ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയാം. ഈ ക്വിസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, ഒരു കമ്പനി ഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ലേഷൻ ചെയ്യാൻ വരുന്ന ഡോക്യുമെന്റുകളിൽപ്പെട്ട ഒന്നിന്റെ പേരാണ്, ഒരു കോമൺ ഡോക്യുമെന്റ് ആണ്. അതിന്റെ ട്രാൻസ്ലേഷൻ അഖ്ദു തഅസീസ്. തഅസീസ് എന്നൊക്കെ പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നർത്ഥം. പോട്ടെ, നെക്സ്റ്റ് വൺ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയണില്ല കേട്ടോ. നെക്സ്റ്റ്, നാഷണാലിറ്റി. നാഷണാലിറ്റി എന്നതിന് എന്താണ് അറബിയിൽ പറയാം? ഹുവിയത്ത്, മുസ്ദവജ, ഇഖാമ, ജിൻസിയ. നിങ്ങൾക്ക് ആപ്റ്റ് ആണെന്ന് തോന്നുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ, മൈക്ക്. റെക്കോർഡ് ഉണ്ടാവും, ഇൻഷാല്ലാ റെക്കോർഡ് നമ്മൾ ഷെയർ ചെയ്യും, നോ പ്രോബ്ലം. മ്യൂട്ട് ചെയ്തോളി എല്ലാവരും. എന്തെങ്കിലും ശബ്ദം വന്നാൽ
ഭയങ്കര പ്രശ്നമാണ് അതാ എക്കോ ഒക്കെ വന്നു കഴിഞ്ഞാല്. ഓക്കെ, കഴിഞ്ഞു, ടൈം കഴിഞ്ഞു. ജിൻസിയത്ത് എന്നാണ് നാഷണാലിറ്റിക്ക് പറയാം. പലപ്പോഴും ട്രാൻസ്ലേറ്റേഴ്സ് ജിൻസും ജിൻസിയത്തും മാറി പോവാറുണ്ട്. ഒന്നുമില്ല, നാഷണാലിറ്റി എന്നതിന് എന്താണ് പദം എന്ന് കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഏതാണ് രാജ്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജിൻസ് നമ്മൾ ദക്കർ ഉൻസ ആണ്, പെണ്ണ്, ഫീമെയിൽ മെയിൽ എന്ന് കൊടുക്കും. ജിൻസിയത്ത് എന്ന് വന്നാൽ നമ്മൾ നാഷണാലിറ്റി ഹിന്ദിയുൻ, ഇന്ത്യക്കാരനാണ്. അപ്പൊ ഏകദേശം നമ്മൾ ഈ ട്രാൻസ്ലേഷൻ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബേസിക് ആയി വരുന്ന എല്ലാ ഡോക്യുമെന്റുകളിലും കാണുന്ന കോമൺ വേർഡാണ് ജിൻസിയ. ഓക്കെ, പോട്ടെ. നെക്സ്റ്റ് വൺ. പുതുതായിട്ട് നമ്മളെ ഈ മീറ്റിൽ പങ്കെടുക്കുന്ന ആളുകൾക്കും ക്വിസിൽ ജോയിൻ ചെയ്യാട്ടോ, നോ പ്രോബ്ലം. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യ് പ്ലീസ്, എക്കോ വരുന്നുണ്ട്. മൈക്രോഫോണ് ഓഫ് ചെയ്ത് വെക്കാം. ഗഫാർ നിങ്ങളൊന്ന് ഓഫ് ചെയ്യോ? എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ അപ്പം എന്ത് ചെയ്താൽ മതി, ചോദിച്ചാൽ മതി. അസ്നാൻ പ്ലീസ് ടേൺ യുവർ മൈക്ക് ഓഫ്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോ ജോയിൻ ചെയ്യുന്നവർക്കും ആ ലിങ്ക് വഴി കയറാട്ടോ, നോ പ്രോബ്ലം. അല്ലെങ്കിൽ ലൈവായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാം. പവർ ഓഫ് അറ്റോർണി എന്ന് പറഞ്ഞാൽ മറ്റൊരു ഡോക്യുമെന്റ് ആണ്. ലീഗൽ ഡോക്യുമെന്റുകളുടെ കൂട്ടത്തിലുള്ള മറ്റൊരു ഡോക്യുമെന്റ് ആണ് പവർ ഓഫ് അറ്റോർണി. എന്താണ് അതിന് അറബിയിൽ പറയാം? ചിലപ്പോ അധികം ആളുകൾക്ക് എന്താണ് പവർ ഓഫ് അറ്റോർണി എന്ന് അറിയുണ്ടാവില്ല. അപ്പൊ പിന്നെ എൻ്റെ ഒരു പരിമിതി ഉണ്ടാവും, നോ പ്രോബ്ലം. തൗക്കീലുൻ റസ്മിയുൻ എന്നാണ് അതിന് പറയാം. തൗക്കീലുൻ റസ്മിയുൻ, പവർ ഓഫ് അറ്റോർണി. വളരെ ചുരുക്കി പറഞ്ഞാല്, ഞാൻ ഗൾഫിലുള്ള ഒരാളാണ്. സപ്പോസ് എനിക്ക് നാട്ടിൽ ഒരു കാര്യം, എൻ്റെ ബിസിനസ് റൺ ചെയ്യണം. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകാനും കോർട്ടിൽ പോകാനും ഡോക്യുമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ ഒരാളെ ഏൽപ്പിക്കണം. അപ്പൊ ഞാൻ അവിടുന്ന് ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കും, ഇന്നയാളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അതാണ് പവർ ഓഫ് അറ്റോർണി എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ. അതിന് തൗക്കീൽ, ഏൽപ്പിക്കൽ എന്ന പദമാണ് കൊടുക്കാറുള്ളത്. തൗക്കീൽ എന്ന് മാത്രം പറയും, വക്കാല എന്ന് പറയും. ഫൈൻ, നെക്സ്റ്റ് വൺ. ജസ്റ്റ് ഫോളോ അസ്. ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും, നോ പ്രോബ്ലം. നമ്മൾ ലീഗൽ ലാംഗ്വേജ് എന്താണ് എന്ന ഡിസ്കഷനിലേക്കാണ് പോകുന്നത്. അതിന്റെ മുമ്പ് ചെറിയൊരു ക്വിസ്. അഡൻഡം. അഡൻഡം എന്നതിന് എന്താണ് അറബിയിൽ പറയാ? ഈ ഫീൽഡിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പദങ്ങളൊക്കെ പുതിയതായിരിക്കും. അപ്പൊ അങ്ങനെ തന്നെയാണല്ലോ, ടെക്നിക്കൽ ടേമുകളാണ്. ഇത് പരിചയപ്പെട്ട് കഴിഞ്ഞാലോ വളരെ കോമൺ സാധനങ്ങളാണ്. നിങ്ങളെ ബന്ധത്തിലൊക്കെ ആരെങ്കിലും ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇതിൽ പെട്ട ഏത് സാധനം ചോദിച്ചാലും അവർക്കത് ഫെമിലിയർ ആയിരിക്കും. നൗ യു ജസ്റ്റ് ഓപ്റ്റ് വൺ, അഡൻഡം. ചുരുങ്ങിയ സമയം നമുക്കുള്ളൂ, പെട്ടെന്ന് പോവാണ്. 25 ആളുകൾ ആൻസർ ചെയ്തത് മുൽഹഖ് എന്നതാണ്. അത് തന്നെയാണ് അതിന്റെ ശരി ഉത്തരം. നമ്മളൊരു ഡോക്യുമെന്റിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്ന മറ്റു ഡോക്യുമെന്റുകൾ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആഡ് ആയിട്ട് വരുന്ന സംഭവങ്ങൾ. ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് വൺ. സ്പീഡ് അപ്പ്. ഫോഴ്സ് മേജർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് മേജർ എന്ന് പറഞ്ഞാൽ എന്താണ്? അറബിയിൽ അതിനാൽ ഖുവ്വത്തുൽ ഖാഹിറ എന്നാണ് പറയാം. അഥവാ നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത സാധനങ്ങൾ. ഇപ്പൊ UAE ഗൾഫ് കൺട്രീസിലൊക്കെ നല്ല മഴ പെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ പ്ലാനുകളൊന്നും നടക്കൂല. അപ്പൊ അതൊരു ഖുവ ഖാഹിറയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഫോഴ്സ് മേജർ എന്നാണ് അതിന് പറയാം. ഇറ്റ്സ് ജസ്റ്റ് എ വേർഡ്. നമ്മളെ നോർമൽ റീഡിങ്ങിൽ അത് വന്നോളണമെന്നില്ല, ഒരു ലീഗൽ വേർഡാണ്. സെറ്റിൽമെന്റ് എന്നതിന് എന്താണ് അറബിയിൽ പറയാം? സെറ്റിൽമെന്റ്. ഫിനാൻഷ്യൽ സെറ്റിൽമെന്റുകൾ, പല സെറ്റിൽമെന്റുകളും ഉണ്ടാവുമല്ലോ. എന്തായിരിക്കും സെറ്റിൽമെന്റ് എന്നതിന്റെ അറബി? എത്രമാത്രം വാക്കുകൾ പരിചയമുണ്ട് എന്ന് ജസ്റ്റ് നോക്കാനും കൂടെയാണ് ക്വിസ്. സോ മേക്ക് ഇറ്റ് ഫാസ്റ്റ്. There are some options given. ഹുക്കും, ദഅവ, നിസാഅ, തസ്വിയ. ഇഖ്തർ വാഹിദൻ മിൻഹ. സൗണ്ട് ഇല്ല, കേൾക്കുന്നില്ല? ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്, സൗണ്ട് ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻ. കമന്റ് ചെയ്ത് ക്ലിയർ ചെയ്യാം. തസ്വിയത്തുൻ എന്നാണ് സെറ്റിൽമെന്റിന് പറയാം. തസ്വിയത്തുൻ. ഓക്കെ, ലെറ്റ്സ് മൂവ് നെക്സ്റ്റ് വൺ.
ബൊണഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ലാറ്റിൻ പദമാണ്. ലീഗൽ ലാംഗ്വേജിലേക്ക് ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നും ഒരുപാട് പദങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ കുറേ സാധനങ്ങൾ കാണാം. ഒറ്റയടിക്ക് നോക്കുമ്പോൾ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത വാക്കായിരിക്കും. അത് ലാറ്റിൻ ഭാഷയിൽ നിന്ന് വന്നതാണ്. ഉപയോഗം എവിടെ മാത്രം? ലീഗൽ ഡോക്യുമെന്റുകളിൽ മാത്രം. അപ്പൊ എന്താണ് അതിന്റെ ഒരർത്ഥം? ബോണഫൈഡ് എന്നൊരു ഡോക്യുമെന്റിൽ കണ്ടാൽ എന്താണ് മീനിങ് വരുന്നത്? ഓക്കെ, 8 ആളുകൾ ആൻസർ ചെയ്തത് ബിഹുസ്നിനിയ എന്നതാണ്. പച്ച കാണുന്നുണ്ടല്ലോ നിങ്ങള്, ഗ്രീൻ, അതാണ് ശരി ഉത്തരം കേട്ടോ. ബിഹുസ്നിനിയ, സതുദ്ദേശത്തോടു കൂടെ. ഓക്കെ, മാലഫൈഡ് എന്ന് പറഞ്ഞ വേറൊരു വാക്കുണ്ട്, ദുരുദ്ദേശത്തോടെ എന്ന് പറഞ്ഞത്. ഓക്കെ, ജസ്റ്റ് നോട്ട്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് മനസ്സിലാക്കേണ്ടത് ലാറ്റിനിൽ നിന്നും പല പദങ്ങൾ ഇംഗ്ലീഷിലേക്ക് വന്ന് ലീഗൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നു എന്നതാണ്. എന്താണ് ലീഗൽ ലാംഗ്വേജ് എന്നുള്ള കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ. സ്റ്റേ ട്യൂൺഡ്. നെക്സ്റ്റ് വേർഡ്. അഡ്ഹോക്ക്. അഡ്ഹോക്ക് കമ്മിറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. എന്താണ് അതിന്റെ ഒരു ഉദ്ദേശം? അഡ്ഹോക്ക്. അഡ്ഹോക്ക് ചിലപ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്ന ഒരു വാക്കും കൂടെയാണത്, അഡ്ഹോക്ക്. അധികം ആളുകളും ആൻസർ ചെയ്തതുപോലെ തന്നെ ലിഗറലിൻ മുഅയ്യൻ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ എന്നർത്ഥം. അപ്പൊ അഡ്ഹോക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്യപ്പെട്ട കമ്മിറ്റി. അത് കഴിഞ്ഞാൽ അത് പിരിച്ചുവിടും. ഫൈൻ. നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ക്യാമറ. പെട്ടെന്ന് ഒരാൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇൻ ക്യാമറ അല്ലെ, ക്യാമറയിൽ എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ? നോക്കാം. ഇൻ ക്യാമറ എന്നതിന്റെ ലീഗൽ അർത്ഥം എന്താണ്? I think it's enough. Okay, time is up. നോക്കൂ, ഫി ജൽസത്തിൻ സിർരിയ, രഹസ്യമായ ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ ഒരു സെഷനിൽ എന്നൊരു മീനിങ് ആണ് ഇൻ ക്യാമറ എന്നതിന് വരുന്നത്. അപ്പൊ അത് ലീഗൽ ലാംഗ്വേജ് പരിചയപ്പെടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഫിൽ ക്യാമറ എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തു പോകും. സാഹചര്യം മനസ്സിലാക്കിയാലോ, നോ ഇഷ്യൂസ്. നെക്സ്റ്റ് വൺ. കുറച്ച് വാക്കുകളും കൂടെ. ഹിയർ ബൈ. നിങ്ങളൊരു ദിവസം ട്രാൻസ്ലേറ്റർ ആയിട്ട് വർക്ക് ചെയ്താൽ ഹിയർ ബൈ എന്ന വാക്ക് കാണാതിരിക്കൂല. അത്രയും കോമൺ ആയ ഒരു വാക്കാണ് ഹിയർ ബൈ. എന്താണ് അതിന്റെ അറബിക് ട്രാൻസ്ലേഷൻ വരുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഉദ്ദേശം? ഓക്കെ, അതിന്റെ ഉത്തരം അധികം ആളുകളും ചെയ്തതുപോലെ തന്നെ മാഷാഅല്ലാഹ് കുറെ ആളുകൾക്ക് അറിയും എന്നാണ് മനസ്സിലാക്കുന്നത്. കറക്കി കുത്തിയതാണോ എന്നും അറിയില്ല. എനിവേ ബിമൂജിബിഹാദ, ബിമൂജബി എന്നൊക്കെ വായിക്കലുണ്ട് ചിലവര്. ബിമൂജിബിഹാദ, ഈ ഡോക്യുമെന്റ് പ്രകാരം എന്നാണ് അതിന്റെ അർത്ഥം. ഹിയർ ബൈ പോലെ ഒരുപാട് വാക്കുകളുണ്ട്. ഹിയർ ഇൻ, ദെയർ ഇൻ, ഹിയർ ടു, ദെയർ ടു, ഇതൊക്കെ ലീഗൽ ലാംഗ്വേജിൽ വരുന്ന ചില വാക്കുകളാണ്. അപ്പൊ ഇതിന്റെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ ഹിയർ ബൈ എന്ന് പറഞ്ഞാൽ ബൈ ദിസ് ഡോക്യുമെന്റ്, ഹിയർ ഇൻ എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് ഡോക്യുമെന്റ്. അപ്പൊ ഹിയർ എന്നതിന്റെ അർത്ഥം ഈ ഡോക്യുമെന്റ് എന്നാണ്, അല്ലാതെ ഇവിടെ എന്നർത്ഥമല്ല. അപ്പൊ ഈ ഡോക്യുമെന്റ് ഇപ്പൊ ഇറ്റ്സ് ഹിയർ വി ഹിയർ ബൈ സർട്ടിഫൈ. നമ്മളെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുകളൊക്കെ കാണുന്ന ഒരു ലാംഗ്വേജ് ഉണ്ടാവും. നിങ്ങൾ ആലോചിക്കാൻ മതി, നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ എടുത്തു നോക്കിയാൽ അതിന്റെ ലാംഗ്വേജ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ലാംഗ്വേജിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. ജസ്റ്റ് ഒന്ന് നോക്കി നിങ്ങൾ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ സർട്ടിഫിക്കറ്റ് ഒരു ഉദാഹരണം, അതിന്റെ ലാസ്റ്റ് ഭാഗങ്ങളൊക്കെ നോക്കിയാൽ ഇപ്പൊ വി ഹിയർ ബൈ സർട്ടിഫൈ എന്നുണ്ടാവും. സർട്ടിഫിക്കറ്റുകളുടെ ഒരു പൊതു സ്വഭാവമാണ് വി ഹിയർ ബൈ സർട്ടിഫൈ.
എന്താണ് ആ ഹിയർ ബൈ? ഞങ്ങൾ ഇവിടെ സർട്ടിഫൈ ചെയ്യുന്നു എന്നാണ്? അല്ല, ഈ സർട്ടിഫിക്കറ്റ് പ്രകാരം, ഈ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു, ഈ ഡോക്യുമെന്റ് വെച്ചുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ഡോക്യുമെന്റ് എന്നാണ് ഈ സർട്ടിഫിക്കറ്റ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ലെറ്റ്സ് മൂവ്. The undersigned, എന്താണ് അതിന്റെ മീനിങ്? The undersigned. What does it mean? Undersigned. Okay. Undersigned എന്ന് ആരെങ്കിലും ഒന്ന് വായിക്കോ? മൈക്ക് ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ആർക്കെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റുമോ? ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ആ ഗ്രീൻ കളറിൽ കാണുന്നത് തന്നെയാണ്. 47% ആളുകളും ആൻസർ ചെയ്തത് ഓക്കെ ആണ്. Can anybody read it? That particular word? Once more, please. أدناه. أيوة أحسنت يا حبيبي. الموقع أدناه, താഴെ ഒപ്പുവെച്ച ആൾ, അതാണ് ദ അണ്ടർസൈൻഡ് എന്ന് പറഞ്ഞത്. അപ്പൊ ദ അണ്ടർസൈൻഡ് പേഴ്സൺ എന്നൊന്നും ഇല്ല. ദ അണ്ടർസൈൻഡ് എന്ന് നിങ്ങളൊരു ഡോക്യുമെന്റിൽ കണ്ടാൽ അതിന്റെ അർത്ഥം താഴെ ഒപ്പുവെച്ച ആള് എന്നാണ്. അൽ മുവഖിഉ അദ്നാഹു. ആ ലമീർ എവിടേക്കും മടങ്ങണമെന്നില്ല കേട്ടോ, അതങ്ങനെയാണ് എന്റെ പ്രയോഗം. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലീഗൽ ലാംഗ്വേജ്. ലെറ്റ്സ് മൂവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ, അതിനുശേഷം നമ്മൾ ഓപ്പൺ ഡിസ്കഷനിലേക്ക് വരികയാണ്. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. എന്താണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിന്റെ മറ്റൊരു സാധനമാണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. കമ്പനി സെറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഡോക്യുമെന്റുകളിൽ പെട്ട ഒന്നാണത്. വാട്ട് ഡസ് ഇറ്റ് മീൻ? അതിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ എന്തായിരിക്കും? ഓക്കെ, അൻ-നിളാമുൽ അസാസിയു. അപ്പൊ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും കമ്പനി സെറ്റ് ചെയ്യുന്ന സമയത്ത്, ഫോം ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളാണ്. ഒന്ന് ഇന്റേണൽ കാര്യങ്ങൾക്കാണ്, മറ്റത് കുറച്ചുകൂടെ എക്സ്റ്റേണൽ ആയ ഒരു ഇതിലാണ്. ഞാൻ വിശദീകരിക്കണില്ല. ലീഗൽ ഡോക്യുമെന്റുകളിൽ പെട്ട രണ്ടെണ്ണമാണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനും. ഓക്കെ, അപ്പൊ അതിന് നിളാമുൽ അസാസി എന്നാണ് പറയാം. ചിലപ്പോൾ ട്രാൻസ്ലേറ്റേഴ്സിന് മാറിപ്പോകും. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്നതിന് നിളാമുൽ അസാസി എന്ന് കൊടുക്കും, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്നുള്ളതിന് അഖ്ദു തഅസീസ് എന്നും കൊടുക്കും. രണ്ടും രണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പാർട്ടി. ഇലക്ഷനും കൂടെ ആണല്ലോ അല്ലെ? അപ്പോ ഫസ്റ്റ് പാർട്ടി എന്നതിന്റെ വാക്ക്, ആ വാക്കിന്റെ മീൻസ് എന്താണ് അതിന്റെ ട്രാൻസ്ലേഷൻ? സിമ്പിളാണ്. ആ ഓപ്ഷൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം ഇരുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും ഹിയർ ബൈ എന്ന വാക്ക് കാണും. എന്നതുപോലെ 1 മണിക്കൂർ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ലീഗൽ ട്രാൻസ്ലേഷൻ ആണെങ്കിൽ അതിൽ ഫസ്റ്റ് പാർട്ട് നിർബന്ധമായിട്ട് വന്നിട്ടുണ്ടാവും. അത്രയും ദ മോസ്റ്റ് കോമൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഡോക്യുമെന്റുകളിൽ ഫസ്റ്റ് പാർട്ടി. എല്ലാവരും ആൻസർ ചെയ്തതുപോലെ, എല്ലാവരും എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ആളുകളല്ലാത്തവരൊക്കെ ആൻസർ ചെയ്തത് അത്തൊറഫുൽ അവ്വൽ എന്നാണ്. കുറെ ആളുകൾ ആൻസർ ചെയ്യണില്ല കേട്ടോ, ക്വിസിൽ പങ്കെടുക്കുന്നവർ തന്നെ. എനിവേ, അത്തൊറഫുൽ അവ്വൽ. ഇവിടെ വരുന്ന ഒരു പ്രശ്നം, അവിടെ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്തല്ല, ഇലക്ഷനിൽ മത്സരിക്കുന്ന പാർട്ടി എന്നല്ല, കക്ഷി എന്നർത്ഥത്തിലാണ്. കക്ഷി എന്നതിന് നമ്മൾ കൊടുക്കേണ്ടത് അത്തൊറഫ് എന്ന വാക്ക് മാത്രമാണ്. അല്ലാതെ അൽ ഫരീഖ്, പാർട്ടി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ ആ വാക്ക് ഡിക്ഷണറി സെർച്ച് ചെയ്താൽ ഒരു പക്ഷെ എന്ത് കിട്ടും? അൽ ഫരീഖ് എന്ന് കിട്ടും. അല്ലെങ്കിൽ അൽ ഹിസ്ബ്, പൊളിറ്റിക്കൽ പാർട്ടിക്ക് ആണെങ്കിൽ അൽ ഹിസ്ബു സിയാസിയോ. ഇവിടെ ആ വാക്ക് പറ്റുമോ? പറ്റൂല. അത്തൊറഫ് അല്ല, അത്തൊറഫ് തന്നെ കൊടുക്കണം. പാർട്ടീസ് ആണെങ്കിൽ അൽ അത്റാഫ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് കിട്ടണം, തേർഡ് പാർട്ടി. അപ്പൊ ഈ തേർഡ് പാർട്ടി ആണെങ്കിലോ അത്തൊറഫ് അസാലിഫ്. ഓക്കെ, നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മറ്റൊരു ഡോക്യുമെന്റ് ആണ്. PCC എന്ന് ചുരുക്കി പറയും, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. നമ്മൾ വിദേശത്തേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പാസ്പോർട്ട് പോലെ തന്നെ ആവശ്യമുള്ള മറ്റൊരു സാധനമാണ് PCC. പഠിക്കാൻ പോവാണെങ്കിലോ വർക്ക് ചെയ്യാൻ പോവാണെങ്കിലോ ഒക്കെ പ്രത്യേകിച്ച് PCC. എന്താണ് അതിന് അറബി പറയാം? ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ സർട്ടിഫിക്കറ്റിന്റെ അറബി ഞാനൊരു ക്ലൂ തരാം, ഷഹാദ. എല്ലാ ഓപ്ഷൻസിലും ഷഹാദ ഉണ്ട്.
ടൈം ഇസ് അപ്പ്. ഷഹാദത്തുൽ ഹാല അൽ ജിനാഇയ എന്നാണ് പറയാം. ഹാലത്ത് പറഞ്ഞ കേസ്, ജിനാഇയ പറഞ്ഞ ക്രിമിനൽ. അപ്പൊ ക്രിമിനൽ കേസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനുള്ള സർട്ടിഫിക്കറ്റ്. ആള് ക്രിമിനൽ ആണോ അല്ലേ? പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തരാണ്, ഇയാൾ ക്രിമിനൽ അല്ല, ഇയാൾക്ക് ക്രിമിനൽ റെക്കോർഡ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഇയാൾക്ക് ഇന്ന റെക്കോർഡുകളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പോലീസ് തരുന്ന ഒരു സർട്ടിഫിക്കറ്റിനാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയാം. ഇതും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വരാറുണ്ട്. നെക്സ്റ്റ് വൺ, second last one, I think, or last one, the last question. NOC, another type of certificate, no objection certificate. ഒരു കമ്പനിയിൽ നിന്ന് ഒരാൾ മൂവ് ചെയ്യാണ് മറ്റൊരു കമ്പനിയിലേക്ക്. അപ്പോൾ ആദ്യത്തെ കമ്പനി NOC കൊടുക്കും. NOC എന്നുള്ളത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വണ്ടി എടുക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ NOC അത് കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഫുള്ള് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അറിയില്ല. നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് എന്താണ് അതിന്റെ ട്രാൻസ്ലേഷൻ വരുന്നത്? നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് അതിന്റെ മീനിങ്. പ്രശ്നമില്ല എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്. Time is up. ഷഹാദത്തു ആദ്മി മുമാനഅത്തിൻ എന്നാണ് വായിക്കുക. ഷഹാദത്തു ആദ്മു എന്ന് വായിക്കാൻ പറ്റില്ല അല്ലെ? ഷഹാദത്തു ആദ്മി മുമാനഅ, ഷഹാദത്തു ആദ്മി മുമാനഅ എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. അതാണ് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്. ഇതോടുകൂടെ ക്വിസ് കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ വെബിനാറിന്റെ കോർ പാർട്ടിലേക്ക് വരികയാണ്. എന്താണ് ലീഗൽ ലാംഗ്വേജും നോർമൽ ലാംഗ്വേജും തമ്മിലുള്ള ഡിഫറൻസ്? എന്തിനാണ് ഈ ലീഗൽ ലാംഗ്വേജ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്? ഓക്കെ, ക്വിസ് കഴിഞ്ഞു. ഇനി അതില് റിപ്പോർട്ട് ഉണ്ടോ? വിന്നർ ആരാണ് നമുക്കൊന്ന് കാണാലോ. ഫസ്റ്റ് കിട്ടിയതായിരിക്കും ആന്ന് പറഞ്ഞാളാം. പേര് കൊടുത്തിട്ടില്ല. പേരില്ലാത്ത ആൾക്കാണ് ഫസ്റ്റ് കിട്ടിയത്. മാഷാ അല്ലാ. അബ്ദുൽ വാഹിദ് സെക്കൻഡ്, ആതിഫ് അബ്ദുൽ ഖാദിർ തേർഡ്. എല്ലാവരും ഒരു ക്ലാപ്പോ അല്ലെങ്കിൽ ഒരു പൂച്ചെണ്ടുകളൊക്കെ നടത്തിക്കേ, റിയാക്ഷൻ ഇടി, അപ്രീഷിയേറ്റ് ചെയ്യൂ, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. വെരി ഗുഡ്, ഫൈൻ. അപ്പൊ ഗൈസ് ഈ ചർച്ചയിലേക്ക് വരികയാണ്. അതിനു മുമ്പ് ചെറിയൊരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാല്, നമ്മളിപ്പോ ഒരു ക്വിസ് നടത്തിയല്ലോ, ആ ക്വിസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ? ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഏതെങ്കിലും നിലക്ക് ഈ അറ്റ്ലീസ്റ്റ് ഒരു വാക്ക്, എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് വെറുതെ ആവാൻ പാടില്ലല്ലോ, പ്രൊഡക്റ്റീവ് ആണല്ലോ. സന്തോഷം. അപ്പൊ അൽഹംദുലില്ലാ നമ്മൾ ക്വിസസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു ചർച്ചയാണ്. അപ്പൊ ആദ്യം ഞാൻ ചോദിക്കുകയാണ്, ലീഗൽ ലാംഗ്വേജും നോർമൽ ലാംഗ്വേജും തമ്മിലുള്ള ഡിഫറൻസ് ആർക്കെങ്കിലും അറിയെങ്കിൽ ലളിതമായിട്ട് ആരെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ ഒന്ന് പറ. ഉദാഹരണമൊക്കെ വെച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയായി. ഇതൊരു ക്ലാസ് ആയിട്ടൊന്നും കാണണ്ട, നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. എനിബഡി? ലീഗൽ ലാംഗ്വേജ് എന്ന് ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മള് ഉദ്ദേശിക്കുന്ന രൂപത്തില് ആയിരിക്കില്ല അതിന്റെ അർത്ഥം എന്നത്. അതെ, ബട്ട് അതിന്റെ മീനിങ് ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ അർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതാണ്. ഫൈൻ. മുൻഷി പറഞ്ഞത് അത്ര തന്നെ എനിക്കും പറയാനുള്ളൂ. അതായത് പെട്ടെന്ന് അങ്ങോട്ട് കാണുമ്പോ എന്താ ഇത് ഇംഗ്ലീഷ് തന്നെ അല്ലേ എന്ന് തോന്നാം, അഥവാ നമ്മൾ ഇതുവരെ കാണാത്ത വാക്കുകൾ. പക്ഷെ അതിന്റെ ഒരു അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാല് ആ ഇതിപ്പോ ഇത്രേ ഉള്ളൂ എന്നൊരു ഫീലിംഗ് ആയിരിക്കും. ഇത്രേ ഉള്ളൂ ലീഗൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് പരിചയപ്പെടുക എന്നതാണ് പ്രധാനം. ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ വെച്ചിട്ട് നമ്മളെ ലേൺ വിത്ത് റസീലിന്റെ ഒരു ട്രാൻസ്ലേഷൻ കോഴ്സ് ഉണ്ട്, ആ കോഴ്സിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ ചില ഉദാഹരണങ്ങൾ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോ ഉദാഹരണം വെച്ച് പറയുമ്പോഴാണ് മനസ്സിലാവുക. ബിൽ മിസാലി യത്തളിഹുൽ മഖാലു എന്നല്ലേ എന്ത് പറയുകയാണെങ്കിലും ഉദാഹരണം വെച്ച് പറയാം. അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഡിസ്കഷൻ കുറച്ചുകൂടെ എളുപ്പമാവും. നിങ്ങൾക്ക് ചില ഡോക്യുമെന്റുകൾ പരിചയപ്പെടും ചെയ്യാം. സ്ക്രീന് കാണുന്നുണ്ടെങ്കിൽ എന്ന് പറയണേ. ഓക്കെ സ്ക്രീൻ കാണുന്നുണ്ട് അല്ലേ? ഫൈൻ, ഓക്കെ. അപ്പോ എന്നാല് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഞാനിങ്ങനെ ഏതെങ്കിലുമൊക്കെ ഡോക്യുമെന്റ് എടുക്കട്ടെ, പറ്റിയ ഉദാഹരണങ്ങൾ
നോക്കാം. ഇതിപ്പോ ഏത് സബ് കോൺട്രാക്റ്റ് ആണ്. ചില ഡോക്യുമെന്റിന്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി വെക്കണം എന്നല്ല കേട്ടോ. മെഡിക്കൽ ഡോക്യുമെന്റുകൾ നമുക്ക് ഈ ഏരിയയിൽ വരുന്ന സംഭവങ്ങളാണ്. നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയ ഏതെങ്കിലും വാക്കുകൾ ഇതിൽ കാണുന്നുണ്ടെങ്കിൽ ചോദിക്കണേ. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, എയർഷിപ്പ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഇതെന്താണ് ഡോക്യുമെന്റ്? പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ്. ഓൾറെഡി ഡിസ്കസ് ചെയ്ത സാധനമാണ് അല്ലേ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഇതില് നോക്കൂ. ലം യുസ്ബഖ് അൻ സദറ ബിഹഖിഹി അയ്യ ഹുക്മിൻ ജിനാഇയ്യിൻ ഔ ഖറാറിൻ ഇദാരിയ്യിൻ യമസ്സു ഹാലതഹുൽ ജിനാഇയ്യ. അറബിയുടെയും അവസ്ഥ തന്നെയാണ്. അറബിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ലീഗൽ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ലീഗൽ ടെർമിനോളജികൾ മനസ്സിലാക്കുക. ആദ്യം ഇംഗ്ലീഷിലുള്ള അതിന്റെ ട്രാൻസ്ലേഷൻ പഠിക്കുക. അപ്പൊ അറബി ഇംഗ്ലീഷ് കുഴപ്പമില്ലാതെ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചാലഞ്ചിങ് അല്ല. ഒന്ന് രണ്ട് ഡോക്യുമെന്റ് പരിചയപ്പെടുമ്പോഴേക്കും ലീഗൽ ടെർമിനോളജികൾ നമുക്ക് മനസ്സിലാവും. അത് തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ വരിക. അത് ലിമിറ്റഡ് ആണ്, ഫിക്സഡ് ആണ്. ലിറ്ററൽ ട്രാൻസ്ലേഷൻ എന്ന് പറയും ട്രാൻസ്ലേഷന്റെ ഏരിയയിൽ, അഥവാ പദാനുപദ വിവർത്തനം. നമുക്ക് ക്രിയേറ്റീവായിട്ട് ആലോചിച്ച് ചെയ്യേണ്ട ഒരു സംഗതി ലീഗൽ ട്രാൻസ്ലേഷനിൽ വരുന്നില്ല. നിങ്ങളൊരു നോവൽ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഓരോ പദങ്ങൾ നോക്കി ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നത് ശരിയല്ല. ഒരു കവിത ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിലും അത് ശരിയല്ല. അവിടെ വേണ്ടത് ലിറ്റററി ട്രാൻസ്ലേഷൻ ആണ്. അത്തർജമ അൽ അദബിയ. എന്നാൽ ഇവിടെ ആവശ്യമോ ലീഗൽ ട്രാൻസ്ലേറ്റേഴ്സ് ചെയ്യേണ്ടത് അത്തർജമ അൽ ഹർഫിയയാണ് അധിക ഡോക്യുമെന്റുകളിലും. ഒന്ന് രണ്ട് എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പൊ ലിറ്ററൽ ട്രാൻസ്ലേഷൻ. അപ്പൊ എന്താണ് ഈ ഇംഗ്ലീഷ് വന്നാൽ എന്താണ് അതിന്റെ പ്രോപ്പർ അറബി കൊടുക്കേണ്ടത്? ഇത് പഠിക്കുന്ന ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സിമ്പിൾ ആണ്. ഇപ്പൊ ഹാസ് നോട്ട് ബീൻ സബ്ജക്ട് ടു എനി ക്രിമിനൽ കൺവിക്ഷൻ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ എഫക്ടിങ് ഹിസ് ക്രിമിനൽ സ്റ്റേറ്റസ്. എന്താ അതിന്റെ ഒരു മീനിങ് നിങ്ങൾക്ക് മനസ്സിലായത് പറഞ്ഞോളി. അവിടെ ഇത് സിമ്പിൾ ആയ ഉദാഹരണമാണ്. ക്രിമിനൽ സ്റ്റാറ്റസ് ഒന്നും ഇല്ലാന്നാണോ? അതെ, അത്രേ ഉള്ളൂ. ക്രിമിനൽ സ്റ്റാറ്റസ് ഒന്നും ഇല്ല. ഹി ഹാസ് നോ ക്രിമിനൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഡോക്യുമെന്റില്, ലീഗൽ ഡോക്യുമെന്റുകളിൽ കാണുന്ന ഒരു ശൈലി ഇതാണ്: ഹാസ് നോട്ട് ബീൻ സബ്ജക്ട് ടു എനി ക്രിമിനൽ കൺവിക്ഷൻ. അതെന്തിനാ അങ്ങനെ പറയണത്? അതാണ് അതിന്റെ ശൈലി. അപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ സർട്ടിഫിക്കറ്റിൽ എന്തിനാ ആ ലാംഗ്വേജ് യൂസ് ചെയ്യണത്? മെഡിക്കൽ ഡോക്യുമെന്റിൽ എന്തിനാ അങ്ങനെ ഒരു ഇത്? അപ്പോഴേ അത് മെഡിക്കൽ ഡോക്യുമെന്റ് ആകുന്നുള്ളൂ, അപ്പോഴേ അത് എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് ആകുന്നുണ്ടോ? ഓരോന്നിനും ഓരോ ലാംഗ്വേജ് ആണ്. അപ്പൊ ലീഗൽ ഡോക്യുമെന്റുകളിൽ കാണപ്പെടുന്ന ലാംഗ്വേജ് നമ്മൾ മനസ്സിലാക്കുന്നു, അതിന്റെ ട്രാൻസ്ലേഷൻ മനസ്സിലാക്കുന്നു. ഖലാസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ കോഴ്സ്, ഇതൊരു കോഴ്സ്, നമ്മളെ ട്രാൻസ്ലേഷൻ കോഴ്സ് നടത്തുന്നുണ്ട് ഗണപതിരജി അക്കാഡമി, അറിയായിരിക്കും. അതിലുള്ള നമ്മുടെ കോഴ്സ് ബുക്കിന്റെ ചില ഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഫ്രീ ആയിട്ട്. അങ്ങനെ കാണിക്കാൻ പാടില്ല ശരിക്കും അല്ലെ? പോട്ടെ, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ഹാസ് നോട്ട് ബീൻ സബ്ജക്ട്. ഈ സബ്ജക്ട് എന്ന വാക്ക് വേറെയും അർത്ഥങ്ങളിൽ വരാറുണ്ട്. വേറെ ഉദാഹരണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വായിക്കാം. ദ അഗ്രിമെന്റ് ഷാൾ ബിക്കം ഇഫക്റ്റീവ് സബ്ജക്ട് ടു ദ അപ്രൂവൽ ഓഫ് ദ കമ്മിറ്റി. അർത്ഥം മനസ്സിലാക്കി പറഞ്ഞോളി. ദ അഗ്രിമെന്റ് ഷാൾ ബി ഇഫക്റ്റീവ് സബ്ജക്ട് ടു ദ അപ്രൂവൽ ഓഫ് ദി കമ്മിറ്റി. ഇങ്ങനെ ഒരു സാധനം കണ്ടാൽ എന്തായിരിക്കും അർത്ഥം? അവിടെ സബ്ജക്ട് എന്നുള്ളതിന് മീനിങ് എന്താ വരുന്നത്? അഗ്രിമെന്റ് ഇഫക്റ്റീവ്, ഷാൾ ബിക്കം ഇഫക്റ്റീവ് ആകും സബ്ജക്ട് ടു ദ അപ്രൂവൽ ഓഫ് ദി കമ്മിറ്റി. Then what does it mean? പറഞ്ഞു നോക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല, തെറ്റിയാലൊന്നും പ്രശ്നമില്ല. കമ്മിറ്റി അപ്രൂവ് ചെയ്താല് അതെ അതെ അല്ലെ, ആ ടോട്ടൽ വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ അർത്ഥം കിട്ടുന്നുണ്ട്. അഗ്രിമെന്റ് ഷാൾ ബി ഇഫക്റ്റീവ്. ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി അഗ്രിമെന്റ് ആകും എന്നർത്ഥം അവിടെ ഇല്ല. ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രാബല്യത്തിൽ വരിക, കം ഇൻ ടു ഇഫക്റ്റ് എന്നൊക്കെ പറയും. ഒരു സാധനം വാലിഡ് ആവുക എന്ന മീനിങ്. അതങ്ങനെ ഒരു പ്രയോഗമാണ്, ഷാൾ ബി ഇഫക്റ്റീവ്. അവിടെ ഷാൾ എന്നതിന്റെ അർത്ഥം എന്താ?
നമ്മൾ ഇംഗ്ലീഷിൽ ഷാൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫ്യൂച്ചറിനെ അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ്. വിൽ എന്നതുപോലെ നമ്മൾ ഉപയോഗിക്കും. ഐ ഷാൾ എന്നൊക്കെ പറയും, ഞാൻ പിടിച്ചോളാം. ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഐ വിൽ പോലെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഐ ഷാൾ. പക്ഷേ ലീഗൽ ലാംഗ്വേജിൽ ഷാളിന് പ്രത്യേകമായ ഒരു അർത്ഥമുണ്ട്. എന്താണ്? നിർബന്ധമായും എന്നുള്ള ഒരു മീനിങ് ഷാളിന് വരും. ഉദാഹരണം നമുക്ക് പറയാം, ഞാൻ വിട്ടുപോവാണെങ്കിൽ ഒന്ന് ഓർമ്മാക്കിയാൽ മതി. ഞാൻ ഇതിൽ തന്നെയുള്ള കുറച്ച് ഉദാഹരണങ്ങൾ കാണിച്ചു തരാം. നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്ത് സബ്ജക്ട് ടു എന്ന് കണ്ടാൽ ബി ഷർത്തി, വഫ്കൻ ലി, റഹ്നൻ ബി എന്നൊക്കെയാണ് സാധാരണ അറബിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പോ യുസ്ബിഹു ഹാദൽ ഇത്തിഫാഖു സാരിയൽ മഫ്ഊൽ. ഈ ഇത്തിഫാഖ് നമ്മൾ അഗ്രിമെന്റ് എന്നതിന് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്തിഫാഖ്. ഈ ഇത്തിഫാഖ് സാരിയൽ മഫ്ഊൽ, അതൊരു ലീഗൽ വേർഡാണ് അറബിയില്. സാരിയൽ മഫ്ഊൽ, സാരിയൽ മഫ്ഊൽ എന്നൊക്കെ പറഞ്ഞാൽ മഫ്ഊലിന് നസ്ബാണ്, ഫായിലിന് റഫ് ആണെന്നുള്ള സാധനമല്ല. സാരിൽ മഫ്ഊൽ എന്ന് പറഞ്ഞാൽ വാലിഡ് എന്നാണ്. വാലിഡ് എന്നതിന് ഉപയോഗിക്കുന്ന അറബിയിലുള്ള ഒരു പദമാണ് സാരിൽ മഫ്ഊൽ. ആരെങ്കിലും ഒന്ന് ചാറ്റിൽ എഴുതിയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റും. സാരിൽ മഫ്ഊൽ. ഓക്കെ, എഴുതിയിട്ടുണ്ട് ചാറ്റിൽ സാരിയൽ മഫ്ഊൽ. അങ്ങനെയാണ് അത് എഴുതാം. എന്താർത്ഥം? ഇഫക്റ്റീവ് എന്നാണ്. അത് ഇഫക്റ്റീവ് ആകും റഹ്നംബി മുവാഫഖത്തിൽ ലജ്ന. റഹ്നംബി എന്ന് പറഞ്ഞാൽ സബ്ജക്ട് ടു, അവർ അംഗീകരിക്കുകയാണെങ്കിൽ ഇത് ഓക്കെ ആകുന്നു. അപ്പൊ സബ്ജക്ട് ടു വരുന്നിടത്തൊക്കെ നിങ്ങൾക്ക് അറബിയിൽ റഹ്നംബി എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വഫ്കൻ ലി എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അത് ഒരു ഉദാഹരണം. ഇത് സിമ്പിൾ ആണ് അല്ലേ? ഞാൻ വേറൊരു ഉദാഹരണം എടുത്തു നോക്കാം. അല്ല, ഇത് എപ്പോഴും ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്ക് ആക്കാനേ ഉണ്ടാവും, അല്ല ഓപ്പോസിറ്റ് ഉണ്ടാവും? ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഇംഗ്ലീഷിന് അറബിക്ക് ആക്കാൻ ഉണ്ടാവുക. ഒട്ടുമിക്ക ഡോക്യുമെന്റുകളും ഇംഗ്ലീഷ് ടു അറബിയാണ് വരിക. അറബി ടു ഇംഗ്ലീഷ് കുറവാ. എവിടെ അറിയോ? നമ്മൾ ഈ ട്രാൻസ്ലേഷൻ ഒരു കരിയർ ആയിട്ട് കാണുന്ന ട്രാൻസ്ലേഷൻ ജോലി, ഗൾഫ് കൺട്രീസിൽ ട്രാൻസ്ലേഷൻ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അറബിയിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാണ്ടാവുക. അതാണ് അതിന്റെ സ്കോപ്പ്. അറബി രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറബിയിലെ സബ്മിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് അവിടെ താമസിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ഉണ്ടാവും. മീൻസ് എന്തെങ്കിലും ഒരു കേസ് വന്നു ഉദാഹരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റിനോട് എന്തെങ്കിലും ഒരു കാര്യം പറയണം, അറബി പറയണം. അത് ഗവൺമെന്റിന് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടല്ല, ഗവൺമെന്റ് അറബിയിൽ അത് അപ്രൂവ് ചെയ്യുള്ളൂ. അത് അവരുടെ കൾച്ചറിന്റെ ഭാഗമാണ്, അവരുടെ ഒരു ഇജ്ജത്തിന്റെ ഭാഗമാണ്. അങ്ങനെയാണ് അവരുടെ റൂൾ. നിങ്ങൾ ഇവിടെ എന്താ പറയാ, നിങ്ങൾ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് അവിടെ ഒരു ലൈസൻസ് കിട്ടണം. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഡ്രൈവിംഗ് ലൈസൻസ് സബ്മിറ്റ് ചെയ്യണം. എങ്ങനെ? ഡ്രൈവിംഗ് ലൈസൻസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. ഡ്രൈവിംഗ് ലൈസൻസിന്റെ ആ കോപ്പിന്റെ കൂടെ ട്രാൻസ്ലേഷൻ വെക്കണം. ആര് ട്രാൻസ്ലേറ്റ് ചെയ്യണം? ലീഗൽ ട്രാൻസ്ലേറ്ററുടെ സീല് അതിലുണ്ടാവണം. അംഗീകരിക്കും. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ ലൈസൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇങ്ങനെ എന്ത് ആവശ്യത്തിന് നിങ്ങൾ അങ്ങോട്ട് പോവുകയാണെങ്കിലും ട്രാൻസ്ലേഷൻ മസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇതിന്റെ ഒരു സാധ്യത. ഗൾഫ് കൺട്രീസിലെ ട്രാൻസ്ലേഷന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്ത് ഡോക്യുമെന്റ് ഗവൺമെന്റിന് കൊടുക്കുകയാണെങ്കിൽ അറബി കൊടുക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അധികവും അറബിയിലേക്കാണ് വരിക എന്ന് കരുതി. ട്രാൻസ്ലേഷന്റെ സ്കോപ്പ് അറബിയിൽ മാത്രമല്ല, അറബി ടു ഇംഗ്ലീഷ് ഉണ്ടാവും. ഉദാഹരണത്തിന് നിങ്ങൾ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഒരു കത്ത് കിട്ടി, കത്തെന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾക്ക് അറബി അറിയില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ അതൊരു ട്രാൻസ്ലേഷൻ കമ്പനിക്ക് കൊടുത്തിട്ട് ഇതിന്റെ ട്രാൻസ്ലേഷൻ, ഇതിന്റെ ചിലപ്പോൾ കുറേ ഉണ്ടാവും പേജുകൾ. നിങ്ങൾക്ക് കോടതിയുടെ വിധി കിട്ടി, എന്താ വിധി എന്നറിയില്ല. പെട്ടെന്ന് ഒരു ഏജൻസിയെ സമീപിച്ച് ലീഗൽ ട്രാൻസ്ലേറ്റർ ഉണ്ടാവും കമ്പനിയിൽ, ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ പറയും, അല്ലെങ്കിൽ ഇതിന്റെ ക്രക്സും തരാൻ പറയും, സമ്മറി തരാൻ പറയും. അവരത് ഇംഗ്ലീഷിലാക്കി തരും. നിങ്ങൾ മലയാളിയാണെങ്കിൽ ചിലപ്പോൾ മലയാളത്തിലാക്കി തരും. അപ്പൊ അത് സ്കോപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ അറബിയിലേക്കായിരിക്കും എന്നാണ്. മറ്റൊരു ഉദാഹരണം നോക്കാം. ലീഗൽ ലാംഗ്വേജിലേക്ക് തന്നെ വരാം. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കണം. ഞാൻ പറഞ്ഞല്ലോ ഒരു Q&A സെഷൻ ഉണ്ട്, അതിൽ നമ്മളെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാം ഇൻഷാ അള്ളാ. ഇതിന്റെ കുറച്ച് ഉദാഹരണങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ടോപ്പിക്കിനോട് നമ്മൾ നീതി പുലർത്തണ്ടേ. അതുകൊണ്ട് ചിലപ്പോൾ ഈ ടോപ്പിക്ക് കണ്ട് വന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരെ നിരാശരാക്കരുതല്ലോ. ഓക്കെ, ഇത് എന്താ സംഭവം? എക്സാം സർക്കുലർ ആണ്. എക്സാം സർക്കുലർ നമ്മൾ എന്താ പറയാ, സർക്കുലറുകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വരാറുണ്ട്. തഅമീം എന്നാണ് അതിന് അറബി പറയാം. സർക്കുലർ എന്നുള്ളതിന്റെ അറബി ക്ലിയർ ആയോ? ഇതില് നോക്കുകയാണെങ്കിൽ സ്കൂൾ ടൈമിങ്സ് ഡ്യൂറിംഗ് എക്സാം ഡേയ്സ് ഇങ്ങനെ വന്നിട്ട് സ്റ്റുഡൻസ് ക്യാൻ ഗോ ബാക്ക് ഹോം ആഫ്റ്റർ ദ എക്സാം പ്രൊവൈഡഡ് ഡ്യൂലി. എന്താ ഡ്യൂലി? ഡ്യൂലി സൈൻഡ് കോൺസെന്റ് സ്ലിപ്പ് ഈസ് സെൻഡ് ബൈ 14th February
അപ്പൊ ഈ ഡ്യൂലി എന്ന വാക്ക് കണ്ടാൽ എന്താണ് അതിന്റെ അർത്ഥം? നമുക്ക് ആ ഒരു കോണ്ടെക്സ്റ്റ് ചിലപ്പോൾ മനസ്സിലാവും. ആ ഒരു സംഗതി വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും. അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഡ്യൂലി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അതിനെങ്ങനെയാണ് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക? ഞാൻ പറയട്ടെ, ടൈം ലിമിറ്റഡ് ആയതുകൊണ്ട് ഞാൻ പറയാണ്. അവിടെ രണ്ട് സംഭവങ്ങൾ ശ്രദ്ധിക്കാണ്ട്. സ്റ്റുഡൻസ് ക്യാൻ ഗോ ബാക്ക് ഹോം, കുട്ടികൾക്ക് വീട്ടിലേക്ക് പോകാം. ആഫ്റ്റർ ദ എക്സാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം. പ്രൊവൈഡഡ്, എക്സാം കൊടുത്തതിന് ശേഷം, നൽകിയതിന് ശേഷം. അവിടെ പ്രൊവൈഡഡ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അതൊന്ന്. ദ ഡ്യൂലി സൈൻഡ് കോൺസെന്റ് സ്ലിപ്പ് ഈസ് സെൻഡ്. കോൺസെന്റ് സ്ലിപ്പ് സമ്മതം ആണ് എന്ന അർത്ഥത്തിലുള്ള സ്ലിപ്പ് സൈൻ ചെയ്തതിന് ശേഷം അതെങ്ങനെ? ഡ്യൂലി സൈൻ ചെയ്യണം. ഡ്യൂലി എന്ന് പറഞ്ഞാൽ മുറപ്രകാരം, എങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെ. ഉദാഹരണത്തിന് ഒരു സ്കൂളിന്റെ കാര്യം പറയായിരിക്കും, ഇന്നയാള് സൈൻ ചെയ്താലേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അവിടുത്തെ നിയമം എന്താണ്? ഇന്നയാൾ സൈൻ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഡ്യൂലി സൈൻഡ് എന്ന് പറഞ്ഞാല് അത്രയും അർത്ഥമുള്ളൂ, പ്രോപ്പർ ആയിട്ട് സൈൻ ചെയ്യുക. ക്ലിയർ? ആസ് റിക്വയർഡ്, എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ. ഈ മീനിങ് ആണ് അവിടെ വരിക. അതിന് അറബിയിൽ നമ്മൾ ഹസബൽ ഉസൂൽ എന്ന് പറയും. മുവക്കഅ ഹസബൽ ഉസൂൽ, അസലനുസരിച്ച്, ഉസൂലുകൾ കാനൂൻ അനുസരിച്ച് സൈൻ ചെയ്യപ്പെട്ടത്. ഹസബൽ ഉസൂൽ. ഹസ്ബ് എന്ന് പറഞ്ഞ അർത്ഥം മാറി, ഹസ്ബൽ ഉസൂൽ അല്ല, ഹസബൽ ഉസൂൽ. ഓക്കെ. അപ്പോൾ വേറെ ഉദാഹരണം പറഞ്ഞാല്, ദ ഓഫീസർ വാസ് ഡ്യൂലി ഓതറൈസ്ഡ് ടു സൈൻ ദ അഗ്രിമെന്റ്. അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ ഓഫീസറെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓഫീസർ വാസ് ഡ്യൂലി ഓതറൈസ്ഡ്. ഡ്യൂലി എന്ന് പറഞ്ഞാൽ പ്രോപ്പർലി, ആസ് റിക്വയർഡ്, നിയമപ്രകാരം അയാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതാണ് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം? തമ്മ തഫ്വീദു അൽ മുവദ്ദഫി ഹസബൽ ഉസൂൽ ലി യഖൂമ ബി തൗഖീഇ അൽ ഇത്തിഫാഖിയ്യ, അല്ലെങ്കിൽ ലി തൗഖീഇ അൽ ഇത്തിഫാഖിയ്യ. അപ്പൊ ഹസബൽ ഉസൂൽ എന്ന ട്രാൻസ്ലേഷൻ ആണ് ഡ്യൂലിക്ക് കൊടുക്കുക. ഡ്യൂലി എന്നുള്ള വാക്ക് മനസ്സിലാക്കി. തൊട്ടുമുമ്പുള്ള വാക്ക് നമുക്ക് പ്രൊവൈഡഡ്. ഇംഗ്ലീഷിൽ വരുന്ന ഒരു സാധനമാണ് പ്രൊവൈഡഡ്, പ്രൊവൈഡഡ് ദാറ്റ് എന്നൊക്കെ വരും. എന്തർത്ഥത്തിൽ? നമ്മളെ അക്കാഡമി ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, അതുകൊണ്ട് നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആ അർത്ഥം കൂടി ശരിയാവോ? അപ്പൊ പ്രൊവൈഡഡ് ദാറ്റ് എന്നുള്ളതിന് നമ്മൾ മനസ്സിലാക്കാത്ത നോർമൽ ലാംഗ്വേജിൽ ഇല്ലാത്ത മറ്റൊരു അർത്ഥമുണ്ട്. എന്താണത്? ഇങ്ങനെ ഒരു കണ്ടീഷനോട് കൂടെ എന്നാണ് അതിന്റെ അർത്ഥം. പ്രൊവൈഡഡ് ദാറ്റ് എന്ന് കണ്ടാൽ ഇങ്ങനെയൊക്കെ സൈൻ ചെയ്യുകയാണെങ്കിൽ എന്നുള്ള അർത്ഥം ഇത് വന്നു. വേറെ ഉദാഹരണം പറയട്ടെ. കോൺട്രാക്ട് വാലിഡ് ആണ്. വാലിഡ് എന്നുള്ളതിന്റെ അറബി ഓർമ്മ ഉണ്ടോ? അൽ അഖ്ദു സാരിൽ മഫ്ഊൽ, ഓർമ്മ ഉണ്ടോ? സാരിൽ മഫ്ഊൽ പറഞ്ഞു. എന്നിട്ട് പറയാണ് കോൺട്രാക്ട് വാലിഡ് ആണ് പ്രൊവൈഡഡ് ദാറ്റ് ബോത്ത് പാർട്ടീസ് അഗ്രി. രണ്ട് പാർട്ടികളും അഗ്രി ചെയ്യുകയാണെങ്കിൽ. രണ്ട് പാർട്ടി പറയുമ്പോൾ ഏതൊക്കെയാ? കോൺഗ്രസും CPM ആണോ? അല്ല. ലീഗൽ ഡോക്യുമെന്റുകളിൽ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ്? കക്ഷി. രണ്ട് കക്ഷികളും അംഗീകരിക്കുകയാണെങ്കിൽ ബിഷർത്തി അൻ യുവാഫിഖ അലൈഹി അത്തർഫാൻ. ഖലാസ്. ക്ലിയർ ആയോ? അപ്പൊ ബിഷർത്തി എന്നാണ് ഇങ്ങനെ ഒരു കണ്ടീഷനോട് കൂടെ, ഇഫ് അല്ലെങ്കിൽ ഓൺ ദ കണ്ടീഷൻ ദാറ്റ്. ഈ മീനിങ് ആണ് പ്രൊവൈഡഡ് ദാറ്റ്. പ്രൊവൈഡഡ് എന്നൊക്കെ കണ്ടാല് സന്ദർഭത്തിൽ നിന്ന് അങ്ങനെ ഒരു അർത്ഥമാണെങ്കിൽ കൊടുക്കേണ്ടത്. അപ്പൊ ബിഷർത്തി എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അല അന്ന എന്ന് അറബിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അല അൻ യുവാഫിഖ. വ്യത്യസ്തമായ രീതികളുണ്ട്. നമ്മൾ ഈ ഏത് കോഴ്സ് ആണെങ്കിലും, കോഴ്സുകള് ഈ ട്രാൻസ്ലേഷൻ കോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിലിപ്പോ എന്താ ചെയ്യുക? നമ്മൾ ഇങ്ങനത്തെ വ്യത്യസ്തമായ ഡോക്യുമെന്റുകൾ പരിചയപ്പെടുത്തും. അതിൽ വരുന്ന ലീഗൽ ലാംഗ്വേജും പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകാന്നുള്ളതല്ല, അത് നിങ്ങൾക്ക് ടാസ്കുകൾ തരും. ടാസ്ക് തന്നിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. നിങ്ങൾ ചെയ്തിട്ട് എന്നാ അസ്സലാമു അലൈക്കും എന്ന് പറയണോ? അതല്ല, നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യും. നമ്മുടെ അക്കാഡമിന്റെ രീതി പറയാന്ന് മാത്രം. നിങ്ങൾക്ക് വർക്ക് തരിക, ക്ലാസ് കഴിഞ്ഞു, ക്ലാസ് ബേസ് ചെയ്തിട്ട് ഒരു സർക്കുലർ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തരിക, നിങ്ങളത് ചെയ്യുക, പേഴ്സണൽ ട്രെയിനർക്ക് അയച്ചു കൊടുക്കുക, വെരിഫൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു മാർക്ക് തരും, പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ വരും. നമ്മുടെ ഇങ്ങനെ ഒരുപാട് ട്രാൻസ്ലേഷൻ കോഴ്സുകൾ നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? ട്രാൻസ്ലേഷൻ കോഴ്സസ് ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്കില്ലാണ്. ലീഗൽ ട്രാൻസ്ലേഷനിൽ സ്കില്ല് ഉറപ്പുവരുത്തുക, സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നാണ് നമ്മൾ പണി. ഓക്കെ. കോഴ്സ് ഡ്യൂറേഷൻ ഒക്കെ ചോദിക്കണം. ഞാൻ കോഴ്സിനെ കുറിച്ച് പറയല്ല, ഞാൻ കോഴ്സിനെ കുറിച്ച് പറയാം. ചില ആളുകൾ ഡൗട്ട് ഉണ്ടാവും നമ്മളെ കോഴ്സിന്റെ രീതി എങ്ങനെയാണ്. ഞാൻ പറയാം. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്യാം.
ഓക്കെ, എന്നിട്ട് പിന്നെ നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചോളൂ. കുറച്ച് സമയമായല്ലോ അല്ലേ? ഫീ ഒക്കെ ഞാൻ പറയാം, കോഴ്സിനെ കുറിച്ചുള്ള ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ലീഗൽ ലാംഗ്വേജ് എന്താണ് എന്ന് ഇനി ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ചോദിച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയല്ലോ? ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ ചടക്കുണ്ടോ? മടുത്തോ? കുറെ സമയമായോ? അല്ലെങ്കിൽ മതിയോ? തിരക്കില്ല. ഓക്കെ, ഒന്ന് രണ്ട് ഉദാഹരണം കൂടെ. ഇപ്പോ ചർച്ച ചെയ്തല്ലാത്ത വേറെ ഏതെങ്കിലും ഡോക്യുമെന്റ് എടുത്താല് ക്രിയേറ്റീവ് ട്രാൻസ്ലേഷന്റെ ഒരു പേപ്പറൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്രിയേറ്റീവ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ തർജമ അദബിയ, ലീഗൽ ട്രാൻസ്ലേഷൻ ആണെങ്കിലും ലാസ്റ്റ് ഒരു പേപ്പർ നമ്മൾ ക്രിയേറ്റീവ് ട്രാൻസ്ലേഷൻ വെച്ചിട്ടുണ്ട്. അതായത് ഈ പരസ്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക, അതൊരു ഏരിയയാണ്. കോണ്ടന്റ് ക്രിയേഷനിലേക്കൊക്കെ പോകുമ്പോൾ പരസ്യങ്ങൾ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും, മനോഹരമായ പരസ്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇതിലേക്ക് അതുകൂടെ പരിചയപ്പെടുത്തണം എന്നുള്ളൊക്കെ ഒരു പേപ്പർ വെച്ചതാണ്. ഇതെന്ത് സംഭവം? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷന്റെ പോലെയുള്ള മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഇതിലുള്ള ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഇതിൽ സെറ്റിൽമെന്റ് ഉണ്ട്, സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങളൊക്കെ ഉണ്ടായാൽ എങ്ങനെ സെറ്റിൽ ചെയ്യാം, തസ്വിയത്തു അൽ മുനാസഅത്ത്. ഓക്കെ, ഇതിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. നോക്കൂ, the parties may amend this memorandum by their mutual agreement, and all amendments shall be issued in a separate protocol signed by the parties. Such protocol shall be considered an integral part of this memorandum. അതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ള ഏതെങ്കിലും വാങ്ങി ചോദിച്ചോളൂ. സംഗതി ഒരട്ട വായനയിൽ തന്നെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. സ്റ്റിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ലീഗൽ ലാംഗ്വേജിൽ വരുന്ന ഒരു സാധനമാണ് മേ എന്നുള്ളത്. ദ പാർട്ടീസ് മേ അമെൻഡ്. അപ്പൊ മേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മേ ഐ കമിൻ, ഞാൻ വരട്ടെ, അങ്ങനെ അനുവാദം ചോദിക്കാൻ മേ ഉപയോഗിക്കാറുണ്ട്. യു മേ ഗോ, നമുക്ക് പോകാം എന്ന അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ മേ ഉപയോഗിക്കാറുണ്ട്. ലീഗൽ ഡോക്യുമെന്റുകളിൽ മേ വരുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? ചെയ്യാം, പെർമിസിബിൾ ആണ്, പെർമിഷൻ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അറബിയിൽ യജൂസു എന്ന് കൊടുക്കും. അപ്പൊ പാർട്ടീസ് മേ അമെൻഡ്, കക്ഷികൾക്ക് വേണമെങ്കിൽ തിരുത്താം, മെമ്മറാണ്ടം തിരുത്താം. അഗ്രിമെന്റ് ഒക്കെ ഉണ്ടാക്കിയാൽ രണ്ടുപേരും അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ, രണ്ടുപേരും സമ്മതിക്കുകയാണെങ്കിൽ തിരുത്താം. ഇനി ഓരോ തിരുത്തലുകളും ഷാൾ ബി ഇഷ്യൂഡ്. ഷാളിന്റെ അർത്ഥം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു. ഷാൾ എന്ന് വന്നാൽ അതിനൊരു അർത്ഥം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, വില്ല് എന്നുള്ള അർത്ഥമല്ല. ലീഗലി അതിന്റെ മീനിങ് എന്താ പറഞ്ഞോ? എന്തോ നമ്മൾ പറഞ്ഞില്ലല്ലോ, ഷാളിന്റെ ഒരു പ്രത്യേകത ഉണ്ടെന്ന്. നിർബന്ധം. വെരി ഗുഡ് ഷെബീൽ, സൂപ്പർ. നിർബന്ധം എന്നുള്ള മീനിങ് അതിന് വരുന്നുണ്ട്. ഷാൾ ബി ഇഷ്യൂ എന്നാൽ നിർബന്ധമായിട്ടും ഇഷ്യൂ ചെയ്യപ്പെടണം, അങ്ങനെ അർത്ഥം വെക്കണം. പിന്നെ സെപ്പറേറ്റ് പ്രോട്ടോകോൾ, ഒരു സെപ്പറേറ്റ് പ്രോട്ടോകോൾ. പ്രോട്ടോകോൾ പറഞ്ഞാൽ എന്താ നമുക്കറിയാം. പ്രോട്ടോകോളിന്റെ അർത്ഥം, പ്രോട്ടോകോൾ പറഞ്ഞാൽ എന്താ? അതിന് എല്ലാത്തിനും അതിൻ്റെതായ ഒരു പ്രോട്ടോകോൾ ഉണ്ടെന്നൊക്കെ പറയും ചിലവര്, കേട്ടിട്ടുണ്ടാവും. നിയമം എന്നുള്ള അർത്ഥമല്ലേ? പക്ഷെ ആ അർത്ഥം കൂടെ ശരിയാവും. നമ്മൾ നോക്കി, ഒരു സെപ്പറേറ്റ് നിയമത്തിൽ ഇഷ്യൂ ചെയ്യണമെന്നോ, ആകെ ഇഷ്യൂ ആവും, ആകെ പ്രശ്നമാവും. അപ്പൊ ഇവിടെ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാല് ഒരു സെപ്പറേറ്റ് ഡോക്യുമെന്റ് എന്നാണ് മീനിങ്. നമ്മളൊരു അഗ്രിമെന്റ് ഉണ്ടാക്കി, ആ അഗ്രിമെന്റിൽ നമുക്ക് തിരുത്തണം എന്ന് തോന്നി, നമ്മൾ രണ്ടുപേര് ചർച്ച ചെയ്ത് തിരുത്തും. ആ തിരുത്തലുകളൊക്കെ സെപ്പറേറ്റ് ഡോക്യുമെന്റ് ആയിട്ട് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കും. അപ്പൊ സെപ്പറേറ്റ് പ്രോട്ടോകോൾ ഇഷ്യൂ ചെയ്യണം എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഡോക്യുമെന്റ് ആയിട്ട് വെക്കണം. ഞാൻ ഇതിന്റെ അടുത്ത വരിയിൽ നോക്കും, സച്ച് പ്രോട്ടോകോൾ ഷാൾ ബി കൺസിഡേർഡ്. അത്തരത്തിലുള്ള ഡോക്യുമെന്റുകൾ പരിഗണിക്കപ്പെടണം. ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദിസ് മെമ്മറാണ്ടം. ആ തിരുത്തലുകളും ഇതിന്റെ ഭാഗം തന്നെയാണ്. ഈ ഡോക്യുമെന്റിന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് അതും. അപ്പോഴല്ലേ എന്തൊക്കെ മാറ്റങ്ങൾ അതിൽ വന്നെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ ഇന്റഗ്രൽ പാർട്ട് എന്നുള്ള ഒരു സാധനം ഉപയോഗിച്ചു. ഈ ഷാൾ തന്നെ ഒറ്റ പാരഗ്രാഫിൽ 2 തവണ വന്നത്. അത് ഞാൻ പറഞ്ഞത് കോമൺ ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. ഇന്റഗ്രൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗം, അവിഭാജ്യ ഘടകം എന്നാണ്. അതിന് അറബിയിൽ ഒരുപാട് ചോയ്സുകളുണ്ട്. ജുസ്ഉൻ ലാ യൻഫക്കു അൻഹു, ജുസ്ഉൻ മുഹിമ്മുൻ. പക്ഷെ ലീഗൽ ലാംഗ്വേജിൽ നമ്മൾ കാണുന്ന ടേം ജുസ്ഉൻ ലാ യതജസ്സഊന. ഇതിന്റെ ട്രാൻസ്ലേഷൻ കാണാൻ പറ്റും. യുഅ്തബറു ദാലിക്കൽ പ്രോട്ടോകോൾ. പ്രോട്ടോകോളിന് അറബി ഇല്ലേ? ഇത് അറബിയാണ്. അങ്ങനെ കുറെ വാക്കുകൾ അറബിയിലേക്ക് വന്നിട്ടുണ്ട്. കടമെടുത്ത വാക്കുകൾ എന്നൊക്കെ പറയും, ലോൺ വേർഡ്സ്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പൊ പ്രോട്ടോകോൾ എന്നൊരു സാധനം അറബിയിലുണ്ട്. ജുസ്അൻ ലാ യതജസ്സ മിൻ ഹാദിഹിൽ മുദക്കിറ. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് വർക്ക് ഒക്കെ തരും, എന്നിട്ട് നിങ്ങൾ ചെയ്ത് വർക്ക് തിരിച്ചയക്കുമ്പോൾ
ചാറ്റ് ജി പി ടി സാധനങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാം. AI ഇന്റഗ്രേറ്റഡ് ട്രാൻസ്ലേഷൻ ടെക്നിക്സ് ആണ് നമ്മൾ പഠിക്കട്ടോ, അല്ലാതെ മാനുവൽ ട്രാൻസ്ലേഷൻ അല്ല. അത് പോസിബിൾ അല്ല. അരമണിക്കൂർ കൊണ്ട് ഒരു സാധനം കൊടുക്കണമെങ്കിൽ മാനുവലി ട്രാൻസ്ലേറ്റ് ചെയ്യാതിരുന്നാൽ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ആവും. സമയമില്ല, പെട്ടെന്ന് ചെയ്തു കൊടുക്കണം. ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യണം എന്ന് പരിശീലിക്കണം. അപ്പൊ നമ്മൾ ചാറ്റ് ജി പി ടി ഉപയോഗിക്കും, ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഉപയോഗിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ട് എങ്ങനെ ട്രാൻസ്ലേഷൻ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും എന്ന പ്രാക്ടീസ് ആണ് നമ്മൾ ചെയ്യേണ്ടത് ഇന്നത്തെ കാലത്ത്. നമ്മുടെ അങ്ങനെയാണ് കോഴ്സ്. ഇപ്പൊ ഒരു ക്വിസസ് ആക്ടിവിറ്റി ഒക്കെ കണ്ടല്ലോ നിങ്ങള്, അതൊക്കെ പഠിക്കാൻ എളുപ്പമാവാനുള്ള കുറച്ച് ടെക്നിക്സുകളാണ് നമ്മൾ ക്ലാസ്സിൽ അപ്ലൈ ചെയ്യുന്ന. അപ്പൊ അതുപോലെ നിങ്ങളോട് ആവശ്യപ്പെടും, നിങ്ങളത് പക്ഷെ നിങ്ങൾ ചാറ്റ് ജി പി ടിയിൽ ഇട്ട് സാധനം സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. നമ്മൾ ചോദിക്കും എന്താണ് ഇവിടെ മീനിങ്, നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ്. അപ്പൊ നിങ്ങൾ പറയും ഇന്നതൊക്കെയാണ് ഉദ്ദേശം. അപ്പൊ അതിൽ വരുന്ന വാക്ക് ഒരു പക്ഷെ ഇതായിക്കൊള്ളുന്നില്ല. ചാറ്റ് ജി പി ടി തരുന്ന സാധനത്തിൽ ഈ ലീഗൽ ട്രാൻസ്ലേഷൻ ഫീൽഡിൽ ഉപയോഗിക്കാത്ത വാക്ക് ആയിരിക്കും ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാവാതെ വേറെ എന്തെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എക്സിക്യൂട്ടന്റ് എന്ന് പറയും. എക്സിക്യൂട്ടന്റ് പറഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ആള് എന്ന് പറഞ്ഞാൽ നടത്തുന്ന ആള്. എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, വധിക്കുക എന്നർത്ഥമുണ്ട്. ഒരു കാര്യം നടത്തുക എന്നർത്ഥമുണ്ട്. എക്സിക്യൂട്ടന്റ് പറഞ്ഞാൽ ഒപ്പുവെച്ച ആള് എന്നും അർത്ഥമുണ്ട്. ഏതാണ് ലീഗൽ ഡോക്യുമെന്റിൽ വരിക, ഒപ്പുവെച്ച ആള് എന്നുള്ള മീനിങ്ങിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് അൽ മുവഖിഉ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചൊക്കെ അതിന്റെ ഒരു ഗുരുതരമായ പ്രശ്നം ആലോചിച്ചൊക്കെ, വധശിക്ഷ എന്നുള്ള മീനിങ്ങിലേക്കൊക്കെ പോയാല് നിങ്ങൾ നേരെ ആ വേർഡ് സെർച്ച് ചെയ്യുന്നു, ഡിക്ഷണറിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വിടുന്നു. ചെയ്യാൻ പാടില്ല. സോഴ്സ് ടെക്സ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം, എന്നിട്ട് മാത്രമേ ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രാക്ടീസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞത് ഞാൻ വല്ലാതെ വൈകിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ചോദിക്കാനും ക്ലിയർ ചെയ്യാനൊക്കെ ഉള്ള അവസരങ്ങളാണ്. ഇൻഷാ അള്ളാഹ് സമയമുണ്ടെങ്കിൽ നമുക്ക് പിന്നീടും ഇങ്ങനെ വെബിനാറുകളും അല്ലാതെ ആയിട്ട് കാണാം. നമ്മളെ കോഴ്സിന്റെ രീതി ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ട് പറയാം. നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. 10-20 ബാച്ചുകൾ ഇപ്പൊ കഴിഞ്ഞു. ഇപ്പൊ റമദാൻ ഒരു സ്പെഷ്യൽ ബാച്ച് ഉണ്ടായിരുന്നു. ഇപ്പൊ പുതിയ ബാച്ച് ഒരു മാസം ബാച്ചുകൾ ഉണ്ട് നമുക്ക്. അതില് രീതി തന്നെയാണ്. നമ്മൾ റെക്കോർഡഡ് ക്ലാസ് ഉണ്ട് ആപ്പ് വഴി, ആ ക്ലാസ്സുകൾ കേൾക്കാം. ഓക്കെ, ആ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ട് വരിക, എന്നിട്ട് ലൈവ് സെഷനിൽ പങ്കെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് പവർ ഓഫ് അറ്റോണി എന്താണ് എന്ന് നിങ്ങൾ ഓൾറെഡി ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങളെ സൗകര്യമുള്ള സമയത്ത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കി കറക്റ്റ് ടൈം എടുത്ത് ഓരോ വാക്കുകളും അനലൈസ് ചെയ്യണതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ വരും, ലൈവ് സെഷനിൽ പങ്കെടുക്കും. ലൈവ് സെഷനിൽ നിങ്ങൾക്കുള്ള ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യാം. ലൈവ് സെഷനിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടാവും. ആ ട്രെയിനറോട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം. നിങ്ങൾക്ക് വർക്കുകൾ അയച്ചു കൊടുക്കേണ്ടതും നിങ്ങളെ വർക്ക് അസൈൻ ചെയ്യുന്നതും ഒക്കെ പേഴ്സണൽ ട്രെയിനറാണ്. ഓക്കെ, കോഴ്സ് ബുക്ക് നമ്മൾ നിങ്ങളെ അഡ്രസ്സിലേക്ക് അയച്ചു തരും, രജിസ്റ്റർ ചെയ്യുന്ന ആളുകളിലേക്ക്. അങ്ങനെ ഓരോ ഡോക്യുമെന്റ് ക്ലിയർ ചെയ്ത് പോവുക, വർക്കുകളും ചെയ്യുക എന്നതാണ് നമ്മുടെ രീതി. കോഴ്സ് 2 രീതികളിലുണ്ട്. 1-to-1 ട്രെയിനിങ് ഉണ്ട്, ഗ്രൂപ്പ് ട്രെയിനിങ് ഉണ്ട്. സർട്ടിഫിക്കറ്റ് നമ്മുടെ ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ആണ്. എംബസി അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുക. കോഴ്സ് അങ്ങനെ എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല. നമ്മൾ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ പാലിച്ച് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് അതിൽ മാർക്കൊക്കെ സ്കോർ ചെയ്യുന്നവർക്ക് മാത്രമേ നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ സീരിയസ് ആണെന്ന് അർത്ഥം. അപ്പൊ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉറപ്പ് വരാൻ പറ്റുള്ളൂ. കറക്റ്റ് ഫോളോ ചെയ്യാം. നമ്മൾ ഓരോ സാധനങ്ങളും ഗൈഡ് ചെയ്യും, കറക്റ്റ് ഫോളോ ചെയ്യും. ഫീ ചോദിക്കുന്നുണ്ട്. നമ്മളെ ഇനിയിപ്പോ ഈ വരുന്ന ബാച്ചിന്റെ ഫീ ഗ്രൂപ്പ് ട്രെയിനിങ്ങും ഉണ്ട്, അതേപോലെ പേഴ്സണൽ ട്രെയിനിങ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഗ്രൂപ്പ് ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ 3499 ട്രെയിനിങ് ചാർജ്. ഗ്രൂപ്പ് ആയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, 1-to-1 ക്ലാസ്സുകളാണെങ്കിൽ 1-to-1 എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനർ വിൽ ബി സ്പെഷ്യൽ ട്രെയിനർ ഫോർ യു, വിൽ ബി ദെയർ ടു ഗൈഡ് യു. അപ്പൊ അത് ആ ട്രെയിനറും നിങ്ങൾ മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ അത് 8499 ആണ് അതിന്റെ ഫീ വരുന്നത്. ഓക്കെ, കോഴ്സ് ഡ്യൂറേഷൻ ഈ 1-to-1 ആവുമ്പോ ഡ്യൂറേഷൻ വെച്ചാൽ അത്
ഇറ്റ് ഡിപ്പെൻസ്. അത് ട്രെയിനറുടെയും നിങ്ങളുടെയും സൗകര്യം അനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് 1-to-1 ട്രെയിനിങ് ക്ലാസ്സുകൾ കൊടുക്കുക. ഗ്രൂപ്പ് ക്ലാസ്സുകളാണെങ്കിൽ നമ്മൾ 3 month കോഴ്സാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, അല്ലെങ്കിൽ ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട് വേറെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. ഈ കോഴ്സിനെ പറ്റി ചോദിച്ചുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്തു. എനിത്തിങ് എൽസ്? പ്ലേസ്മെന്റ് ഉണ്ടാവുമോ എന്നാണ് മുസ്ലിം ചോദിക്കുന്നത്. പ്ലേസ്മെന്റ് സപ്പോർട്ട് ഉണ്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നമ്മൾ ചെയ്യും. പ്ലേസ്മെന്റ് ഉണ്ടെന്ന് വെച്ചാൽ ഒരു കമ്പനിക്കും നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ ഞങ്ങൾ ജോലി തരും എന്ന് ഉറപ്പ് തരാൻ പറ്റൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ പരസ്യങ്ങളൊക്കെ അങ്ങനെ പറയുന്നുണ്ടാവും. പ്ലേസ്മെന്റിന്റെ കാര്യം പറയണത് ഇന്റർവ്യൂ കണക്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട്. ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് ഞാൻ വരാം. ഞാൻ ഇതിന്റെ ഒരു സാധ്യത ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചിരുന്നു, ഇതിനെന്താ സ്കോപ്പ് ഉള്ളത് എന്ന്. എന്ത് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അറബി കൊടുക്കണം. അപ്പൊ അത്രയും നമ്മുടെ നാട്ടിൽ അക്ഷയ സെന്ററുകൾ പോലെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ട്രാൻസ്ലേഷൻ സെന്ററുകൾ ഗൾഫുകളിൽ. ആ ഒരു 50K എബവ് സാലറി ഒക്കെയാണ് നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. നമ്മുടെ നാട്ടിലും ഇപ്പൊ സജീവമായിട്ട് സെന്ററുകൾ വരുന്നുണ്ട്, ബാക്ക് എൻഡ് ഓഫീസുകൾ. കാലിക്കറ്റ് ബേസ് ചെയ്തിട്ടൊക്കെ ഒരു 3 ഓഫീസ് നിലവിലുണ്ട് എനിക്കറിയുന്ന. അപ്പൊ അതിലെന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കും ഇന്റർവ്യൂ, സ്വാഭാവികമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, സർട്ടിഫിക്കറ്റ് ഉണ്ടോ. നമ്മളെ CV ഒക്കെ അറ്റാച്ച് ചെയ്യും, CV കൊടുക്കും. അതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇന്റർവ്യൂക്ക് ക്ഷണിക്കും. ഇന്റർവ്യൂവിൽ നിങ്ങൾ സ്കില്ലാണ് ചെക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പവർ ഓഫ് അറ്റോണി നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ നമ്മൾ പറയില്ല, ഞാൻ ഫ്രഷറാണ്. നിങ്ങൾക്ക് ആ സാധനം എന്താണെന്ന് അറിയാം. പവർ ഓഫ് അറ്റോണി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, മീൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോൺഫിഡൻസും ആണ് ശരിക്കും നമുക്ക് ആവശ്യം. നമ്മളൊക്കെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്കൊക്കെ ജോലി വേണം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഈ ട്രാൻസ്ലേഷൻ ഒന്നും റിസ്ക് എടുത്ത് പഠിക്കൂലല്ലോ. ജോലിക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ പഠിക്കണം. ഞാനൊരു ട്രാൻസ്ലേറ്റർ ആണ്. ഞാൻ ട്രാൻസ്ലേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലാതെ. അപ്പൊ നമ്മള് ജോലി തന്നെയാണ് നമ്മളെ ലക്ഷ്യം, നമുക്ക് ജീവിക്കണമല്ലോ. പക്ഷെ സ്കിൽ ഇംപ്രൂവ്മെന്റ് എന്നൊരു ഏരിയ നമ്മള് മൈൻഡ് ചെയ്യണില്ല. സത്യം പറഞ്ഞാല് പെട്ടെന്ന് ജോലി കിട്ടണം എന്നൊരു മൈൻഡാണ്. നമ്മൾ പഠിക്കാൻ തയ്യാറാണോ? സത്യം ശരിക്കും പഠിക്കുക. നമുക്കൊരു കോൺഫിഡൻസ് വേണം. എനിക്ക് ഈ ഡോക്യുമെന്റ് തന്നാൽ, ഒരു PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തന്നാൽ ഞാൻ ഇത്ര സമയം കൊണ്ട് ചെയ്തു തരും എന്ന് പ്രൊഫഷണൽ ആയിട്ട് പറയാൻ പറ്റണം. അപ്പൊ സാലറി ക്ലെയിം ചെയ്യാൻ പറ്റും. ഞാൻ ചിലതൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കോൺഫിഡൻസ് പോയി. ഏത് ഡോക്യുമെന്റ് കിട്ടിയാലും ഞാൻ ചെയ്യും. എങ്ങനെ ചെയ്യും? ChatGPT സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്യണത്. എല്ലാ കമ്പനികളും അങ്ങനെ തന്നെ ചെയ്യണത്. മാനുവലായിട്ട് ചെയ്യാൻ ആരും ആവശ്യപ്പെടൂല. ഇനി ചിലപ്പോൾ ഇവിടെ ചോദിക്കും, നിങ്ങൾക്ക് AI ഇന്റഗ്രേറ്റഡ് ട്രാൻസ്ലേഷൻ അറിയോ? അറിയില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കമ്പനി എടുക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് അതാ വേണ്ടത്. നിങ്ങൾ എത്ര സമയം കൊണ്ട് ചെയ്യും? നിങ്ങളുടെ ടൈപ്പിംഗ് എത്രമാത്രം ഫാസ്റ്റ് ആണ്? ഒക്കെ ചോദിക്കും. അപ്പോ ഈ പ്ലേസ്മെന്റ് ഉണ്ടോന്ന് വെച്ചാൽ നമുക്ക് ഇതാ എന്ന് പറഞ്ഞിട്ട് പ്ലേസ്മെന്റ് തരാൻ നമ്മുടെ കയ്യിലില്ല. നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല. നമ്മൾ കൊടുക്കുന്ന ഉറപ്പ്, നമ്മളെ കോഴ്സ് കഴിഞ്ഞ ആളുകൾ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അത് നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ സ്കിൽ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഏത് ഡോക്യുമെന്റ് കിട്ടിയാലും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ്. ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാലോ. അല്ല, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെയും ജോലി കിട്ടും. ജോലി എടുത്ത് കൈക്ക് തരാം. ഇപ്പൊ ഒരു 8,499 രൂപ നിങ്ങൾ ഇങ്ങോട്ട് തരികയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ജോലി തരുന്നു എന്ന് പറയാൻ നമ്മളടുത്ത് ജോലി ഇല്ല. നമ്മളങ്ങനെ ജോലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏജൻസിയും അല്ല. We are focusing on skill. نحن نركز على تحسين وتطوير المهارات. شاركنا معكم المعلومات التي تخص دورتنا هذه، دورة الترجمة المهنية الاحترافية في المجموعة. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ. പിന്നെ ഫ്രീലാൻസർ എങ്ങനെ ആവുകയെന്ന് വെച്ചാല് അവിടെയും ഇതന്നെ വരുന്നത്. ഇപ്പൊ ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എന്റെ ഒരു അനുഭവം പറയട്ടെ. എന്നൊരാൾ കോൺടാക്ട് ചെയ്താണ്, നിങ്ങൾ ട്രാൻസ്ലേഷൻ വർക്കുകൾ ചെയ്യുമെന്ന് വെച്ചിട്ട്. വേറെ ആരെങ്കിലും റെഫർ ചെയ്തതായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഒരു വർക്ക് നമുക്കൊന്ന് അയച്ചു തരും. അവർ പറയാം, ഒരു സാമ്പിൾ വർക്ക് അയച്ചു തരും, അല്ലെങ്കിൽ അവരൊരു സാമ്പിൾ വർക്ക് തരും. നിങ്ങൾ ഈ ഒരു ഡോക്യുമെന്റ് നമുക്ക് ചെയ്ത് തിരിച്ചയക്കും. അപ്പൊ അവരത് സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ എടുക്കും. ആരും റിസ്ക് എടുക്കാൻ തയ്യാറല്ലല്ലോ. ഏത് കമ്പനിയും റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ ട്രാൻസ്ലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ ഓക്കെയാണ്. മീൻസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളുണ്ട്.
പക്ഷെ സ്കിൽഫുൾ ആണോ എന്ന് വെച്ചാൽ അവിടെയാണ് പ്രശ്നം. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ തന്നെ ഒരുപാട് ആളുകളെ ഹയർ ചെയ്യാൻ നോക്കിയിട്ട് ഇന്റർവ്യൂവിൽ ഫെയിൽ ആവുകയാണ്. സംഭവം എന്താ, എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ആ കോഴ്സ് ഒന്ന് തീർത്ത് സർട്ടിഫിക്കറ്റ് കൈക്കലാക്കിയതാണ്. അതുകൊണ്ട് കാര്യമില്ല. സർട്ടിഫിക്കറ്റിനോട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതിന്റെ ഒരു ക്വാളിറ്റി ഇറ്റ് മാറ്റേഴ്സ്. സർട്ടിഫിക്കറ്റോട് കാര്യമില്ല എന്ന് പറഞ്ഞാല് അങ്ങനല്ലോ, കോഴ്സ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം. ഡിഗ്രി ഉണ്ടോ, ഡിഗ്രി ഉണ്ട്. PG ഉണ്ടോ, PG ഉണ്ട്. സർട്ടിഫിക്കറ്റ് ഉണ്ടോ, സർട്ടിഫിക്കറ്റ് ആണ് തെളിവ്. പക്ഷെ സ്കില്ലുണ്ടോ, അത് നമ്മൾ തന്നെ തെളിയിക്കണം. ഇൻഷാല്ലാ നമുക്ക് ഗൈഡൻസ് തരാൻ പറ്റും. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മളെ ആ ബാച്ച് ഗ്രൂപ്പിൽ അറിയിക്കും. അങ്ങനെ പ്ലേസിലായ ആളുകളുണ്ട്. ഇറ്റ്സ് എ പ്രൈഡ് ഫോർ us. Obviously, the achievements of our students are a pride for us. We are proud of them. So I just introduced our course, and our topic of discussion today was legal language versus normal language. If you have anything to ask,